അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നേ ദിവസം നമ്മൾ ഉച്ച മുതൽ രാത്രി വരേക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായി എന്നെ കണ്ടു നോക്കുക. പിന്നെ നമ്മളിന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുള്ളത് മുരിങ്ങ വെച്ചിട്ടുള്ള ലൈറ്റ് കറി, പിന്നെ ബീഫ്, നമ്മളെ വൻപയർ തോരനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഞാനും ഉമ്മയും ഇക്കയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഒന്ന് പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തുതന്നെയാണെങ്കിലും വിളമ്പി തരുന്നത് ഉമ്മാൻ്റെ കൈ കൊണ്ടാണെന്നുള്ളൊരു നമുക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കുള്ളത് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കുള്ളത് ഞാൻ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാർ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സും വയറും എല്ലാം നമുക്ക് ഒരുപോലെ ഫില്ലായൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉമ്മാരെ കൈകൊണ്ടൊരു കട്ടൻ ചായ ആണെങ്കിൽ നമുക്ക് എടുത്തു തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തൃപ്തി സമാധാനമായിരിക്കും കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തായാലും വിളമ്പി തരുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ, മനസ്സിനും എല്ലാതും കൊണ്ടും. അപ്പോൾ നമ്മൾ മൂന്നാളും ഫുഡ് കഴിക്കുകയാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ, സ്റ്റുഡിയോയിൽ പോകാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡി ആവണം. പിന്നെ റൈസു വരാനുണ്ട് കേട്ടോ, നഴ്സറിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ റൈസു വന്നതിന് ശേഷം നമുക്ക് ഓനും കൂടി കൂട്ടിയിട്ട് പോകാമെന്ന് എഴുതിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ തോരനും ലൈറ്റ് കറിയും നമ്മളെ ബീഫ് വരട്ടിയതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ 2-3 ഇഡ്ഡലിയോ എന്തൊക്കെയോ ഇഡ്ഡലി തന്നെ കഴിച്ചിട്ടാണ്. പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ റൈസു നഴ്സറി ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് പോകാനുണ്ട് കേട്ടോ. ഒരെണ്ണം പോരെ? ഇമ്മേ രണ്ടും തിന്നുവോ? ഒരെണ്ണം തന്നെ, ഒരു പെണ്ണെന്നെ അവൻ കഴിക്കുള്ളൂ കേട്ടോ. എന്നാലും ഫുള്ളായിട്ട് അവന് കിട്ടണം വരുന്നപ്പോൾ തന്നെ. എന്തൊക്കെയാ പഠിച്ചേ? ഇന്ന് എന്താണാവോ നല്ല കലിപ്പിലാണ് കേട്ടോ ആളുള്ളത്. അപ്പോൾ നമ്മളെ കുക്കും കൂടി എത്തിയിട്ടുണ്ട്. ഓനക്കുള്ള ഫുഡും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനിടുന്ന ഓരോ വീഡിയോസിനും താഴെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുന്നവർക്ക് എന്താ പറയുക, കമൻറ്റ് എഴുതി വിടുന്നവർക്ക് സ്മൈലെങ്കിലും വിടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എഴുതി അറിയിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റേസിൻ്റെ ഹെയറൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചീകി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിക്ക്. ഹാപ്പി ആയിട്ടില്ലേ? അങ്ങനെ ഇസൂനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മെനക്കെട്ടിട്ടുണ്ട് കേട്ടോ. ഓന് കണ്ണ് ശരിയാകുമ്പോൾ ഷോൾഡർ ശരിയാവില്ല, അതുപോലത്തെ ഓരോരോ പ്രോബ്ലംസൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. എന്തായാലും കുഞ്ഞു കുറച്ച് ദേഷ്യത്തിലായിട്ടുണ്ടായിന്. എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്.
എത്രങ്ങാനും കാക്കച്ചികളും പ്രാക്കളുമാണ് ആ പോണ്. ഈ നേരം കേട്ടായാലേ അവിടെ കുഞ്ഞെ അവിടെ കോല വീട്ടിക്ക് പോണ്. ബുക്ക് എടുക്കണം കേട്ടോ. കണ്ടത് ആ കുഞ്ഞു പാടിക്ക. ഏതാണ്? എങ്ങനെ? Telling no papa. Open your മൗത്ത് ഉണ്ട് കേട്ടോ. ഓപ്പൺ യുവർ മൗത്ത്. വെരി ഗുഡ് ജോണി. ഇതൊന്നും എഴുതിയതാണോ? ഇതാരൊക്കെ പറഞ്ഞ വിമാനത്തിന് എന്താ പറയാ? എയറോപ്ലെയിൻ. പിന്നെ ഇതെന്താ? ഇത് നമ്മളെ വീട്ടിലുണ്ടോ നോക്കിയ ഈ സാധനം? ഇതെന്ത് സാധനം? എന്താ? ചുറ്റികയല്ല, കോടാലി. എക്സ്. ഇതോ? ആപ്പിൾ. ഇതെനിക്ക് ഇഷ്ടണ്ടോ? ഇതാരാ വാങ്ങി തരല്? ഇതാരാ? ഉറുമ്പിനെന്താ പറയാ? ഞാൻ കടിച്ചോട്ടെ. അതിനെന്താ പറയാ? ഇതാരാ? ഇതെന്താ അക്ഷരം? ആന്നല്ല ഈന്നല്ല. പിന്നെന്താ? വണ്ണോ? അപ്പം മിസ് പഠിപ്പിച്ചത്. പിന്നെ നമ്മൾ കുട്ടികളെ കൂടെ മഗ്‌രിബിന് ശേഷം കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ അന്നാന്നെടുത്തതൊക്കെ നമ്മൾ അന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കും നമുക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാവൂലേ. അപ്പോൾ കുറച്ച് നേരം അവരെ കൂടെ ഇരിക്കൽ നിർബന്ധമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കുട്ടികൾക്ക് കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ഓരോ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള നമ്മളെ നൂഡിൽസും അതിലൊരു കോംബോ റെസിപ്പി പോലെ നമ്മളെ കാട ചിക്കനും കൂടി വെച്ചിട്ട് ഒരു ഗ്രേവി മസാല റെഡിയാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം കുരുമുളക് പൗഡർ തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒട്ടും നമ്മളിതിൽ ചേർക്കൂല കേട്ടോ. പിന്നെ ഇത്തിരി മാത്രം മല്ലിപ്പൊടി. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ഐറ്റംസിനനുസരിച്ചുള്ള അളവാണ് എടുക്കുക എന്നുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ് കുറച്ചധികം കൂടിപ്പോയോ എന്നൊരു സംശയം കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തക്കാളിപ്പഴം, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ചെറിയുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽക്കൊരു ഗ്രേവി മസാല വേണമെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഈ കാട ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയാൽ എന്തായാലും അത് കുട്ടികൾക്ക് അതിൽ നിന്ന് എല്ലും കോലും അല്ലാതെ ഒന്നും കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ ആ പണിക്ക് നിൽക്കലില്ല. കാട ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് ചെറിയ ജീരകം കൂടി വേണമെങ്കിൽ ക്യുമിൻ സീഡില്ലേ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഇട്ടെടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ കൈ ഒട്ടിച്ചിരുന്നില്ലേ ആകെ. കശി വന്നപ്പോൾ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഫുള്ളൂടാ കഴിക്കുമോ? അപ്പോൾ അതവിടെ കിടന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് നൂഡിൽസ് ഒന്ന് റെഡിയാക്കി എടുക്കാം.
നമ്മളെ കാട ചിക്കന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള. ഇനി ഇത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ നമ്മളെ ഡെയിലി റൂട്ടീനൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.